ഫെമിനിസം ഈയൊരു വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് ഓടിവരുന്നത്? ഒരുപക്ഷെ ഒരുപാട് തെറ്റിദ്ധാരണകളായിരിക്കാം, അല്ലേ? ചിലപ്പോൾ പുരുഷവിരോധം, അല്ലെങ്കിൽ എന്തെങ്കിലും തീവ്രവാദം എന്നൊക്കെയാവാം. ശരി, ഇന്ന് നമുക്ക് ആ തെറ്റിദ്ധാരണകൾ ഒക്കെ ഒന്ന് മാറ്റിവെച്ച് എന്താണ് ഫെമിനിസം എന്ന് ശരിക്കും മനസ്സിലാക്കാനൊന്ന് ശ്രമിച്ചാലോ? അതെ, ഈ ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രധാനം. എന്താണ് യഥാർത്ഥത്തിൽ ഫെമിനിസം? ഇത് പുരുഷന്മാർക്കെതിരെയുള്ള ഒരു മുന്നേറ്റം മാത്രമാണോ? അതോ അതിനപ്പുറം വളരെ ആഴത്തിലുള്ള ചില അർത്ഥങ്ങളൊക്കെ ഇതിനുണ്ടോ? ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫെമിനിസം ഇതാണ്. ഇതൊരിക്കലും പുരുഷന്മാർക്കെതിരല്ല. നേരെ മറിച്ച് സ്ത്രീയും പുരുഷനും ട്രാൻസ്ജെൻഡറുമടക്കം എല്ലാ മനുഷ്യർക്കും രാഷ്ട്രീയമായും സാമ്പത്തികമായും സാമൂഹികമായും ഒരേപോലെ തുല്യത വേണം എന്നു പറയുന്ന ഒരു ആശയമാണിത്. അത്രയുള്ളൂ. അപ്പോൾ ഈ വിഷയം ശരിക്കും മനസ്സിലാക്കാൻ നമ്മളൊരു 5 കാര്യങ്ങളിലൂടെ ഒന്ന് കടന്നുപോകും. ആദ്യം ഇതിന്റെ അടിസ്ഥാന ആശയം എന്താണെന്ന് നോക്കാം. പിന്നെ ഇതിലെ പലതരം ചിന്തകളെക്കുറിച്ച് സംസാരിക്കാം. എന്തുകൊണ്ടാണ് ഇതിത്ര പ്രധാനപ്പെട്ടതാകുന്നത്, ഇതിന്റെ ചരിത്രം, പിന്നെ വ്യക്തിപരം രാഷ്ട്രീയമാണ് എന്നൊരു ശക്തമായ ആശയവുമുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ ആദ്യത്തെ ഭാഗം, എന്താണ് ഫെമിനിസത്തിന്റെ യഥാർത്ഥ അടിത്തറ? വെറുമൊരു നിർവചനത്തിനപ്പുറം ഈ ഫെമിനിസ്റ്റ് ചിന്തകളെല്ലാം ഒന്നിപ്പിക്കുന്നൊരു കേന്ദ്ര വിശ്വാസമുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. എല്ലാ ഫെമിനിസ്റ്റ് ചിന്തകളുടെയും തുടക്കം ഈയൊരു തിരിച്ചറിവിൽ നിന്നാണ്. അതായത്, നമ്മുടെ സമൂഹം അതിൻ്റെ നിയമങ്ങളും രീതികളുമൊക്കെ പലപ്പോഴും പുരുഷന്റെ കാഴ്ചപ്പാടിലും സൗകര്യത്തിലുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പലപ്പോഴും സ്ത്രീകൾക്ക് അവർക്ക് അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ചില പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. പലരും വിചാരിക്കുന്ന പോലെ ഫെമിനിസം എന്ന് പറയുന്നത് ഒരൊറ്റ ഐഡിയ അല്ല, മറിച്ച് ഒരുപാട് ചിന്തകളും പലതരം സമീപനങ്ങളുമൊക്കെ ചേർന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഇതിനെ ഒരു സ്പെക്ട്രം ഓഫ് തോട്ട് എന്നൊക്കെ പറയുന്നത്. കണ്ടില്ലേ, ലിബറൽ, റാഡിക്കൽ, സോഷ്യലിസ്റ്റ്, ഇന്റർസെക്ഷണൽ, അങ്ങനെ ഫെമിനിസത്തിന് ഒരുപാട് ശാഖകളുണ്ട്. ഇവയുടെയൊക്കെ ലക്ഷ്യം ഒന്നുതന്നെയാണെങ്കിലും അവയുടെ വഴികളും ഊന്നൽ കൊടുക്കുന്ന കാര്യങ്ങളും ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. ഒരു ഉദാഹരണം നോക്കാം. ഈ 2 പ്രധാനപ്പെട്ട ചിന്താധാരകൾ ശ്രദ്ധിക്കൂ. ലിബറൽ ഫെമിനിസം പറയുന്നത് നിലവിലുള്ള സിസ്റ്റത്തിനുള്ളിൽ നിന്നുകൊണ്ട് നിയമങ്ങൾ മാറ്റി സമത്വം നേടാമെന്നാണ്. പക്ഷേ റാഡിക്കൽ ഫെമിനിസം പറയുന്നത് അങ്ങനെയല്ല, ഈ സിസ്റ്റം തന്നെ മൊത്തത്തിൽ അഴിച്ചു പണിയണമെന്നാണ്. ഇതുതന്നെ ഈ പ്രസ്ഥാനത്തിന്റെ വൈവിധ്യം നമുക്ക് കാണിച്ചു തരുന്നുണ്ടല്ലേ? ഇന്നത്തെ കാലത്ത് ഫെമിനിസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഇന്റർസെക്ഷനാലിറ്റി. എന്താണിതെന്നല്ലേ? ഒരു സ്ത്രീ അനുഭവിക്കുന്ന വിവേചനം അവരുടെ ലിംഗത്തിന്റെ പേരിൽ മാത്രമല്ല എന്നാണിത് പറയുന്നത്. അവരുടെ ജാതി, മതം, സാമ്പത്തികാവസ്ഥ, നിറം, ഇതെല്ലാം ഒരുമിച്ചു ചേർന്നാണ് അവരുടെ അനുഭവങ്ങളെ ഉണ്ടാക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു ദളിത് സ്ത്രീ നേരിടുന്ന വെല്ലുവിളികൾ ഒരു സവർണ സ്ത്രീ നേരിടുന്നതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിരിക്കും. ശരി, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇതൊക്കെ കൊള്ളാം, പക്ഷേ ഇതുകൊണ്ട് സമൂഹത്തിന് എന്ത് ഗുണമാണുള്ളത്? എന്തിനാണ് ഈ പ്രസ്ഥാനം ഇത്രയധികം പ്രസക്തമാകുന്നത്? അപ്പോൾ ഫെമിനിസത്തിന്റെ ലക്ഷ്യമെന്താണ്? അത് തുടങ്ങുന്നത് തന്നെ സമൂഹത്തിലെ കാലഹരണപ്പെട്ട ചിന്തകളെ, അതായത് സ്റ്റീരിയോടൈപ്പുകളെ ചോദ്യം ചെയ്യുന്നതിലൂടെയാണ്. അവിടെ നിന്ന് എല്ലാവർക്കും തുല്യമായ അവകാശങ്ങൾക്കായി വാദിക്കുന്നു, അതിക്രമങ്ങൾക്കെതിരെ ഒരു അവബോധമുണ്ടാക്കുന്നു, സ്ത്രീകളെ സ്വന്തം കാലിൽ നിൽക്കാൻ ശക്തരാക്കുന്നു. ഇതിന്റെ എല്ലാം അവസാനത്തെ ലക്ഷ്യം ഒന്നു മാത്രമാണ്: എല്ലാവർക്കും നീതിയും സമത്വവുമുള്ള ഒരു നല്ല സമൂഹം കെട്ടിപ്പടുക്കുക. ഫെമിനിസം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒന്നല്ല. ഇതിന് അതിൻ്റേതായ ഒരു ചരിത്രമുണ്ട്. സാധാരണയായി ഇതിനെ തരംഗങ്ങൾ അഥവാ വേവ്സ് എന്നാണ് ചരിത്രകാരന്മാർ അടയാളപ്പെടുത്തുന്നത്. ഓരോ കാലഘട്ടത്തിലും ഫെമിനിസം ഓരോ പ്രധാന വിഷയത്തിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. തുടക്കത്തിൽ, അതായത് 1ാം തരംഗത്തിൽ, സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശത്തിനായിരുന്നു ഏറ്റവും വലിയ പോരാട്ടം. പിന്നെ 60കളിലും 70കളിലും 2ാം തരംഗം വന്നു. അപ്പോൾ വിദ്യാഭ്യാസം, തൊഴിൽ എന്നിവയിലുള്ള തുല്യതയ്ക്കായി ശബ്ദമുയർത്തി. 90കളിലെ 3ാം തരംഗം വന്നപ്പോൾ എല്ലാതരം സ്ത്രീകളുടെയും ശബ്ദം കേൾക്കണം എന്ന വാദം ശക്തമായി. ഇന്നത്തെ 4ാം തരംഗത്തിൽ #MeToo പോലുള്ള മുന്നേറ്റങ്ങളിലൂടെ ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയുമാണ് പ്രധാന സമരവേദി. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫെമിനിസ്റ്റ് ചിന്തയിലെ ഏറ്റവും ശക്തവും അടിസ്ഥാനപരവുമായ ഒരു ആശയത്തെക്കുറിച്ചാണ്. ഒരുപക്ഷെ നിങ്ങളിത് മുൻപ് കേട്ടിട്ടുണ്ടാകാം. വ്യക്തിപരം രാഷ്ട്രീയമാണ്. ഈ 3 വാക്കുകൾ, ഇതാണ് ഫെമിനിസ്റ്റ് ചിന്തയുടെ ആണിക്കല്ലെന്ന് തന്നെ പറയാം. ഒറ്റനോട്ടത്തിൽ സിമ്പിളാണെന്ന് തോന്നാമെങ്കിലും ഇതിന്റെ അർത്ഥം വളരെ വലുതാണ്. എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വളരെ സിമ്പിളാണ്. നിങ്ങൾ വീട്ടിൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം, ഒരു ബന്ധത്തിൽ നേരിടുന്ന അസമത്വം, അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് ഒരു സ്ത്രീ എന്ന നിലയിൽ നേരിടുന്ന അരക്ഷിതാവസ്ഥ, ഇതൊന്നും നിങ്ങളുടെ മാത്രം ഒരു പേഴ്സണൽ പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ സമൂഹം എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇവിടുത്തെ നിയമങ്ങൾ എങ്ങനെ ഉണ്ടാക്കപ്പെടുന്നു എന്നതുമായി ഇതിനെല്ലാം നേരിട്ട് ബന്ധമുണ്ട്.
അതായത് നിങ്ങളുടെ സ്വകാര്യ അനുഭവം ഒരു വലിയ സാമൂഹിക രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. ഈയൊരു തിരിച്ചറിവ് ശരിക്കും വളരെ പവർഫുള്ളാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം ഇത് വ്യക്തിപരമായ അനുഭവങ്ങളെക്കുറിച്ച് തുറന്നു പറയാൻ നമുക്ക് ധൈര്യം തരുന്നു. ഇത് എന്റെ മാത്രം പ്രശ്നമല്ല, ഇതൊരു സാമൂഹിക പ്രശ്നമാണെന്ന് മനസ്സിലാക്കി ഒരുമിച്ച് നിന്ന് മാറ്റത്തിനായി പ്രവർത്തിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് ഇതാണ്: ഫെമിനിസം എന്നത് ലിംഗസമത്വത്തിനായി നിലകൊള്ളുന്ന, ഒരുപാട് ചിന്തകളെ ഉൾക്കൊള്ളുന്ന, കാലത്തിനനുസരിച്ച് നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്. ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മുടെയൊക്കെ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ചില സാമൂഹികമായ കാരണങ്ങളുണ്ടെന്ന തിരിച്ചറിവ്, അത് നമ്മുടെ ജീവിതത്തെയും നമുക്ക് ചുറ്റുമുള്ള ലോകത്തെയും നോക്കിക്കാണുന്ന രീതിയെ എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത്? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അടുത്ത തവണ കാണുന്നതുവരെ നന്ദി.